വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി അൺടോൾഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സാൻഫേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഫേഷ്യൽ ഹെയർസ് മാത്രമല്ല, നമുക്കിപ്പം ഐബ്രോസ് ആണെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ത്രെഡ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഐബ്രോസൊക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. വളരെ ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പാക്കിൽ ജസ്റ്റ് ചെറിയൊരു പാക്കാണ്, നമുക്ക് പോർട്ടബിൾ ആണ്, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫേഷ്യൽ ഹെയർസൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കാരണം ചിലർക്കൊക്കെ ഫേഷ്യൽ ഹെയർസ് കൂടുതലായിരിക്കും. അപ്പം മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ ആ ഒരു മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. അപ്പം ഗ്ലൈഡിങ് ഫേസ് റേസേഴ്സ് ആണിത്. ഇതൊരു 5-in-1 പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർസ് മാത്രമല്ല, നമുക്ക് ഐബ്രോസ് ചെയ്യാം, പിന്നെ അപ്പർ ലിപ്സിൻ്റെ അവിടെ ചെയ്യാം, അതേപോലെ ചിന്നിൻ്റെ അവിടെ ചെയ്യാം, പിന്നെ പീച്ച് ഫസ്, ബിക്കിനി ലൈൻ, അങ്ങനെയൊക്കെ ഇവർ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും, പിന്നെ അങ്ങനെ സ്ലിപ്പ് ആവത്തില്ല, പിന്നെ എന്താ പറയുക, നല്ല പ്രിസൈസായിട്ട് നമുക്ക് ഷേവ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങനെ ഷേവിങ് ക്രീമോ അങ്ങനെ ഒരു സാധനവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു റേസർ മാത്രമേ ആവശ്യമുള്ളൂ. ഇവരെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അതിന് ശേഷം ഈ ഒരു ബ്ലേഡിന് ക്യാപ്പ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. ജെൻറ്റിലായിട്ട് ഡൗൺവേർഡ്സ് നമ്മൾ ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക ഈ ഒരു റേസർ വെച്ചിട്ട്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സാണ്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 റുപ്പീസാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ചെയ്തതിന് ശേഷം വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. ഷേവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും താഴോട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. മേലോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യുക. കാരണം നല്ല ബ്ലേഡ്സിന് നല്ല ഷാർപ്പ് എഡ്ജാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ആണെങ്കിലും കൈ കൊണ്ടൊക്കെ കഴുകാൻ നോക്കിക്കഴിഞ്ഞാൽ മുറിയാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. കിഡ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറ്റി വെക്കണം. കാരണം നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് വരുന്നത്. ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ മുറിയും. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ക്യാപ്പ് കൊണ്ട് മൂടിയിട്ട് തന്നെ വെക്കണം. പിന്നെ ഒരു പാക്കിൽ തന്നെ 3 ബ്ലേഡ്സാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്യണം. സ്ക്രീനിലെ ബട്ടണിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും, അതൊക്കെ വാച്ച് ചെയ്യണം.